ട്രയൽ റൂമിൽ കയറി പെണ്ണിറങ്ങി ഓടും നോക്ക്. ഇതേ പോന്നു ജോണി വാക്കർ ബ്ലാക്ക് ലേബലും പിന്നെ അതെ മാനിന്റെ കാലുമാണ് ഇത്തവണ നമ്മളെ ഈസ്റ്ററിന്റെ ആഘോഷം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേ ജോലിക്കൊന്നും പോകാതെ ഇവിടെ കുട്ടി ഇരിപ്പുണ്ട്, നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഈസ്റ്ററിന്റെ ഷോപ്പിങ്ങിനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. എല്ലാരും മടിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്, ഒരുങ്ങാൻ മടിയാണ്, അതിന്റെയാണ് പ്രശ്നം. ആമിക്കുട്ടിക്ക് ഉടുപ്പ് മേടിക്കണ്ടേ ഈസ്റ്ററിന്, അപ്പൊ അതിന് ഉടുപ്പ് മേടിക്കണം. പിന്നെന്താ മേടിക്കുന്നത് നമ്മള്? മിഠായി മേടിക്കുന്നേ. പിന്നെന്താ മേടിക്കുന്നേ? കുഞ്ഞിട്ടായി മേടിക്കുന്നേ. പിന്നെന്താ? ജ്യൂസ്. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കണം. അപ്പൊ അതിനുവേണ്ടി പോവാണ്. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇത്തവണ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണ് ഈസ്റ്ററിന്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവള് പറഞ്ഞ പോലെ തന്നെ ഞാൻ മടി പിടിച്ചിരിക്കൊന്നുമല്ല. ഞാനിതേ ഇവിടെ ഇങ്ങനെ മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്ര നേരം മടിയും പിടിച്ച് ഫോണും കുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാണ് അല്ലെ ആമി സത്യം പറയും. പപ്പ എന്ത് ചെയ്യുമായിരുന്നു? എടി താഴെ വീഴുപടി ആമി അവിടെ ഇരിക്കുന്ന നിലത്ത്. ആമി സർക്കസ് കളിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താ? ഈസ്റ്റർ ഷോപ്പിംഗ് അല്ലേ? അതെ. അപ്പൊ നമ്മളിനി പക്ഷെ മടിയാണ്, ഇവിടെ ഇരുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത് നിനക്ക്, എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഞാൻ മടി പിടിച്ച് വേറൊരാളത് അവിടുന്ന് എത്തി നോക്ക്. നോക്ക് ദൈവമേ, അതെന്തായിരുന്നു അപ്പൊ? അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പെസഹ വ്യാഴം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഈസ്റ്റർ ആഘോഷം തുടങ്ങാൻ വേണ്ടി പോവാ അല്ലേ? അല്ലേപ്പാ? ദുഃഖവെള്ളി എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അപ്പമൊക്കെ അതെ നമ്മൾ അടിപൊളി അപ്പമൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പവും. അതേപോലെ തന്നെ നമ്മുടെ കുരിശപ്പം. കുരിശൊക്കെ എന്ത് ചെയ്യും? ഞങ്ങള് സാധനം മേടിക്കാൻ പോകുന്ന വഴിക്ക് ഇത് ആമസോണിലോടും കൂടി ഒന്ന് വന്നു കേട്ടോ. പപ്പ മമ്മീനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫുള്ള് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് സെയിൻസ്ബറിയിലോട്ടാണ്. ഇവിടെ അടുത്തൊരു സെയിൻസ്ബറി ഉണ്ട്. സെയിൻസ്ബറി എന്നല്ലേ ഷോപ്പിന്റെ പേര്? അപ്പൊ നമ്മള് സെയിൻസ്ബറിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാണ് അബി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആമസോൺ. ഇപ്പൊ അബി വേറെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ ആമസോണിലല്ല കേട്ടോ. അപ്പൊ ഇത് ഈസ്റ്റർ ഘോഷിക്കാനുള്ള കുപ്പി എടുക്കുവാണ് കേട്ടോ. ഏതൊക്കെ എടുക്കുന്നത്? ഇപ്പോഴത്തെ എടുത്തേക്കുന്ന ഒരു ജിമ്മിയും എടുത്തു. ഇത് 16 പൗണ്ടേ ഉള്ളൂ. റെഡ് ലേബലിന് കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് ഈസ്റ്ററിനുള്ളത് നമുക്ക് അസ്ഡേന്ന് മേടിക്കാം. അപ്പൊ ഇത് എന്തിനുള്ളതാണ്? ഇവിടെ ഓഫർ, വലിയ ഓഫർ ഇല്ല. പിന്നെ അടുത്ത ഷോപ്പിലോട്ട് പോവാണോ? അപ്പൊ നമ്മുടെ ആമിക്കുട്ടി ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ ആമി? എന്ത് ചോക്ലേറ്റ് എടുത്ത കാണിച്ച്? കിൻഡർ ജോയിയും ലിൻഡിറ്റും. ആമിയുടെ സന്തോഷം കണ്ട. ആമിക്ക് ഉടുപ്പ് എടുക്കാൻ വന്നപ്പോ ആമിക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ഉടുപ്പ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. അതെ. അപ്പൊ ഈസ്റ്ററിന് ആമിക്ക് പുത്തൻ ഉടുപ്പ്. നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ഉണ്ട് ഇത്തവണ അല്ലേ? സമ്മർ ആയതോടുകൂടി എല്ലാം കളർഫുൾ ആവും. ഇതൊക്കെ ഇട്ട നല്ല രസമുണ്ടാവേ അല്ലേ? ആ വെയിലുള്ള ആ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ നോക്ക്. അവസാനം നമ്മളിത് ആമിക്ക് ഈ ഉടുപ്പ് സെലക്ട് ചെയ്തു കേട്ടോ. ഇതെങ്ങനെയുണ്ട്? രസമില്ലേടി? ഇഷ്ടപ്പെട്ടു. എനിക്ക് അതേപോലെ തന്നെ ഇതും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ സൈസ് ഇല്ല കേട്ടോ. കോട്ടനാ. നീ നോക്കട്ടെ, വെച്ച് നോക്കിയിട്ട് ആമിക്ക് സുന്ദരി ആയോ നോക്കട്ടെ. അവർക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് ആട്ടോ ഇഷ്ടം. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞാ അത് വേണ്ടേ? അത് വേണ്ടാന്ന് എടി കള്ളി ഓടുവാണേ. ഇത് അടിപൊളി ഒരു ഷോപ്പാട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ട് ഉടുപ്പുകൾ ഒരുപാടുണ്ട് ഇവിടെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാട്ടോ ഇത്. ട്രയൽ റൂമിൽ കയറി പെണ്ണിറങ്ങി ഓടും നോക്ക്. ഇതേ പോന്നു. എടി ആമി, എടി നിക്കടി അവിടെ നിക്കടി. നോട്ടത്തോളം ഓട്ടമാണ്. കാറില്ല, നാണക്കേട് ചീച്ചി. നെക്സ്റ്റ് ഈ ആമിക്കുള്ള ഡ്രസ്സ് മേടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോ ഈ പെണ്ണിനെ കൊണ്ടുള്ള ഷോപ്പിംഗ് ഒരു ഇച്ചിരി പണിയാണ്. ഇവൾക്ക് ഡ്രസ്സ് എടുക്കുന്ന സമ്മതിക്കണ്ട ഈ പെണ്ണൊന്ന്. നീ എന്തിനിങ്ങനെ ബഹളം വെക്കുന്ന ഇവിടുന്ന്? ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കൂല, എന്നിട്ട് ടോപ്പ് ഇടാണ്ട് കിടന്ന് ഓടുന്നതിലേ കൂടി ഇറങ്ങി വാശിക്കാരി. അപ്പൊ ഇതേ ജോണി വാക്കർ ബ്ലാക്ക് ലേബലും പിന്നെ അതെ മാനിന്റെ കാലുമാണ് ഇത്തവണ നമ്മളെ ഈസ്റ്ററിന്റെ ആഘോഷം അല്ലേ? എങ്ങനെയുണ്ട് മാനിന്റെ കാലം? എങ്ങനെയുണ്ട്? ഒരു കുറകന്നെ മേടിച്ചു കേട്ടോ അവള്. മാനല്ല കേട്ടോ, അത് ആക്ച്വലി ആട്ടിറച്ചിയാണ്. ആടിന്റെ കാലാട്ടോ. വാ പോവാന്നല്ലേ മിന്നു?
അതെ, അപ്പൊ നമ്മൾ ഈസ്റ്ററിന്റെ ഭാഗമായിട്ട് നല്ല മാനിന്റെ കാല് മേടിച്ചിട്ടുണ്ട് കേട്ടോ. മാനിറച്ചി അല്ലേ ഇപ്പൊ ഇത്? അടിപൊളി മാനിറച്ചി കേട്ടോ. അതാ കാല് കാണിച്ചാ ഇങ്ങനെ പൊക്കി കാണിച്ചാ ഇത് നമുക്ക് സൂപ്പാക്കാൻ എടുക്കാമോ? അടിപൊളി കേട്ടോ. ഒരു കുറകന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഇറച്ചി ഇതുണ്ടോ. അത് നമുക്ക് അത് അത് ഇതിനകത്ത് ആ മജ്ജ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആമി നിക്കടി, നീ എവിടെയാ പോന്നെ? വാ ഇങ്ങോട്ട് വാ. മാനിറച്ചി അല്ല കേട്ടോ, ആക്ച്വലി മമ്മി പുറകിന്ന് പറയുന്നുണ്ട്. ഇത് ആട്ടിന്റെ കാലാണ്, നല്ല ഉസ്സരൻ ആടിന്റെ കാലാണത്. മാന്റെ കാലിൽ ഇത്ര കട്ടിയില്ലെന്നോ? മാനിറച്ചി മമ്മി തിന്ന എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ആക്ച്വലി ശനിയാഴ്ച കേട്ടോ, നമ്മളിതെല്ലാം മുറിച്ച് സെറ്റാക്കി വെക്കുന്നുള്ളൂ. നാളെയാണ് നമ്മുടെ ഈസ്റ്ററിന്റെ പരിപാടി. ഇന്നെന്താ സ്പെഷ്യല്? ഇറച്ചി മാത്രമേ ഉള്ളൂ. ഇറച്ചി ഒന്നുമല്ല, ഇന്ന് വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. നാളെയല്ല പരിപാടിയല്ല, നാളെ ഇറച്ചികളെല്ലാം റെഡിയാവും. ഇറച്ചി 4 ഐറ്റം കിട്ടും. അതെ. അങ്ങനെ നമ്മളിത് ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലൊക്കെ പോയി തിരിച്ചെത്തി. ഇനിയിപ്പോ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ നമ്മൾ ഓൾറെഡി രാവിലെ നമ്മൾ ഓൾറെഡി അപ്പോ അതുപോലെ തന്നെ പപ്പയുടെ സ്പെഷ്യല് മട്ടൻ മപ്പാസ് അല്ലേ? മട്ടൻ മപ്പാസ് ആയിരുന്നു. ഉച്ചക്കത്തേക്ക് ഇതേ നമ്മള് ചോറുണ്ട്, അതുപോലെ ഏതാ പന്നിക്കറി ഉണ്ട്, ബീൻസ് തോരൻ, പന്നി ഫ്രൈ, ബീൻസ് തോരൻ. അതെ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ദിവ്യയാണ് നമ്മുടെ ഗസ്റ്റ് ഇന്ന്. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ആമിക്കുട്ടി ഉണ്ട്. ഇത് ആമിക്കുട്ടിയുടെ ഈസ്റ്റർ ഉടുപ്പ് നമ്മള് ഇന്ന് കഴിഞ്ഞ ദിവസം പോയി മേടിച്ച ആ ഈസ്റ്ററിന്റെ ഉടുപ്പാട്ടോ ആമി ഇട്ടേക്കുന്ന. ഇച്ചിരി വലുതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആര്? ഒരു വാനമ്പാടി. പിന്നെ നമ്മളൊക്കെ ഇതേ ചോറുണ്ണാൻ പോവാണ് കേട്ടോ അടുത്തത്. അപ്പൊ പപ്പയുടെ ആണ് ഇന്നത്തെ ഫുഡ് മൊത്തം. ബീൻസ് താരം മമ്മി വെച്ചല്ലോ. ബീൻസ് മമ്മിയുടെ ആണ്. പന്നി ഫ്രൈ, മട്ടൻ എല്ലാം പപ്പയുടെ. ഇപ്പൊ ഉള്ളോട്ട് പിടിച്ചാണ് ഓൾറെഡി വയറ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ അല്ല, ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞു. ഇനി അടുത്ത വർഷമാണ് ഈസ്റ്റർ ആവാനായിട്ട്. അന്നേരം ആഘോഷിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇത്തവണ ഒരുമിച്ച് ലീവ് കിട്ടിയതില്ല കാര്യമല്ലേ. അപ്പൊ ഇതേ നമ്മള് ഇനിയിപ്പോ രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം കടന്നുറങ്ങാനായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാണ് അല്ലേ? അതെ, ആമി ഡോക്ടർ ആട്ടാ. ആമി ഡെന്റൽ ഡോക്ടർ ആയിരിക്കും ഇപ്പൊ ഇവിടെ. ആരാ ആമി? കത്രിക, എല്ലാ സാധനവും ഉണ്ട്. നോക്കട്ടെ, നിന്റെ പല്ലൊന്നും എടുക്കട്ടെ. കത്തി വെച്ച് മുറിച്ചാണ്, കത്രി വെച്ച് മുറിച്ചാണ് കൊച്ചിന്റെ പല്ലെടുക്കുന്നത്. ഇങ്ങനെ എടുക്കാം, പറിക്കാം. ഇവളിപ്പോ എന്റെ പല്ല് പറിക്കാനുള്ള പ്ലാനായിരുന്നു. നിക്ക് ആമി നോക്കുന്ന നോക്കട്ടെ. ആമി എങ്ങനെ പരിശോധിക്കുന്നു നോക്കട്ടെ അമ്മ. നോക്കുക പല്ല് വന്നു. വന്നോ? ചീച്ചി പല്ലാന്ന്. എടുക്കട്ടെ. അയ്യോ അതേ പല്ല്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അതിന്റെ പേനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആമി ബൈ പറയേ. ബൈ ബൈ.